ഒരു ദിവസം കാലത്ത് യശോദ തൈര് കടയുകയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ പാലിന് വേണ്ടി അടുത്തേക്ക് വന്നു. അമ്മേ, എനിക്ക് പാല് തരാതിരുന്നത് എന്താണ്? എന്നെ മറന്നുപോയോ? ഇങ്ങനെ ചോദിച്ച് കൃഷ്ണൻ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. യശോദ സന്തോഷപൂർവ്വം മകന് പാല് കൊടുത്തു. ഇതിനിടയിൽ അടുപ്പത്ത് വെച്ച പാൽ പതഞ്ഞു തൂവാറായി. അതിനായി അമ്മ മകനെ താഴെ വെച്ചു. വേഗം അകത്തേക്ക് പോയി. അത് മകന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ കോപിച്ച് അകലെ ഉണ്ടായിരുന്ന ഒരു അമ്മിക്കല്ലെടുത്ത് കലത്തിന് മേലേക്ക് ഒരേറ്. കലം നുറുങ്ങിപ്പോയി. തൈർ മുഴുവൻ നിലത്തേക്ക് പരന്നു. കൃഷ്ണൻ അതിനു മേലുള്ള വെണ്ണയും എടുത്ത് ഒരു കോണിൽ പോയിരുന്നു. തിളയ്ക്കുന്ന പാൽ തണുപ്പിച്ച ശേഷം അമ്മ വന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കണ്ടത്. ഈ പണി ചെയ്തു വെച്ചിട്ട് കണ്ണൻ എങ്ങോട്ട് പോയി? യശോദ മകനെയും തിരഞ്ഞു നടന്നു. അതാ കണ്ണൻ ഒരു കോണിലുള്ള ഉരുളിന്മേൽ കയറിയിരുന്ന് വെണ്ണ തിന്നുകയാണ്. ഇടയ്ക്കിടെ കുറേശ്ശെ പൂച്ചകൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കോപിച്ച് ചൂരലുമായി അടുത്ത് വന്ന അമ്മയെ കണ്ടത്. കണ്ണൻ ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. പിന്നാലെ അമ്മയും. കുറച്ചു ദൂരം ഓടിയപ്പോൾ കൃഷ്ണൻ അമ്മയുടെ പിടിയിലായി. കോപം മൂത്ത അമ്മ മകനെ അടിക്കാൻ നോക്കി. അപ്പോൾ അവൻ അച്ഛനെ വിളിച്ചു കരയാൻ തുടങ്ങി. അത് കണ്ട യശോദ വിചാരിച്ചു, ചെറിയ കുട്ടിയല്ലേ, തല്ലണ്ട, പേടിപ്പിച്ചാൽ മതി. അതിനെ പിടിച്ചു കെട്ടുകയാണ് നല്ലത്. അമ്മ മകനെ അടുത്തുള്ള ഉരലിനോട് ചേർത്ത് ഒരു കയറ് കൊണ്ട് കെട്ടാൻ നോക്കി. എന്നാൽ കയറിന് അല്പം ഒരു നീളക്കുറവ്. അതെല്ലാം മറ്റൊന്നെടുത്ത് ഏച്ചു കിട്ടി. അപ്പോൾ അതും കെട്ടാൻ തികയുന്നില്ല. വീണ്ടും മറ്റൊന്നുകൂടി കിട്ടി. എന്നിട്ടോ അതിനും നീളം മതിയാകുന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും കെട്ടി നോക്കി. പക്ഷെ നീളം തികയുന്നേയില്ല. ആ വീട്ടിലെ കയറെല്ലാം തീർന്നു. പിന്നീട് അടുത്ത വീടുകളിൽ നിന്നും കൊണ്ടുവന്നു. അതെല്ലാം കെട്ടി നോക്കി. എന്നിട്ടും മതിയാകുന്നില്ല. യശോദയ്ക്കാകട്ടെ കൈകാൽ തളർന്നു. ശരീരം ക്ഷീണിച്ചു. ആകെ കൂടി അവർ വല്ലാത്ത പരവശയായി തീർന്നു. അമ്മയുടെ ദീനത കണ്ടപ്പോൾ കൃഷ്ണന് അലിവ് തോന്നി. അതിനാൽ വഴങ്ങിക്കൊടുത്ത മകനെ യശോദ ഉരലോട് ചേർത്ത് കിട്ടി. കൃഷ്ണൻ പിന്നെ അവിടെ നിന്നില്ല. ഉരലും വലിച്ചു നടക്കാൻ തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ ഇരട്ടയായി നിൽക്കുന്ന രണ്ട് നീർമരുതു മരങ്ങൾ കണ്ടു. ഇവ ശരിക്കുള്ള മരങ്ങളായിരുന്നില്ല. കുബേരന്റെ രണ്ട് പുത്രന്മാർ നാരദ മഹർഷിയുടെ ശാപത്താൽ ഇങ്ങനെ മരങ്ങളായി തീർന്നതാണ്. കൃഷ്ണൻ ഉരലും വലിച്ചു മരങ്ങളുടെ അടുത്തെത്തി. അതിനുശേഷം അവയുടെ ഇടയിലൂടെ ഉരൽ വലിച്ചു നടന്നു. അതിനാൽ ഉരൽ വിലങ്ങനെ വീണു. മുന്നോട്ടു പോകാൻ ഉരൽ ശക്തിയായി വലിച്ചപ്പോൾ മരങ്ങൾ മറിഞ്ഞു വീണു. അവയുടെ സ്ഥാനത്ത് തേജസ്വികളായ രണ്ട് ദേവന്മാർ പ്രത്യക്ഷരായി. അതോടുകൂടി അവർക്ക് ശാപമോക്ഷം ലഭിച്ചു. സന്തുഷ്ടരായ ദേവന്മാർ കൃഷ്ണനെ സ്തുതിച്ച ശേഷം ദേവലോകത്തേക്ക്